ഹലോ, നമുക്കിന്നൊരു സൺറൈസ് കണ്ടിട്ട് വന്നാലോ? അതെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായിലുള്ള സൺറൈസ് ബീച്ചിലേക്കാണ്. ഞങ്ങളൊരു രാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത്രയും നേരത്തെ പോകുന്നതെന്നാൽ ഞങ്ങൾക്കിന്നറിയില്ല. സൺറൈസ് എന്തായാലും 5:45 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രിപ്പ് ആവട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് അങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു 2-2:30 മണിയായപ്പോൾ ഞങ്ങളവിടെ എത്തി. ഇതാണ് സൺറൈസ് ബീച്ച്. രാത്രിത്തെ വ്യൂ ഇതാണ് വരുന്നത്. ലൈക്ക് അവിടെ ആരും ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 2-3 വണ്ടികളുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കിടന്ന് തന്നെ അങ്ങ് ഉറങ്ങി. കാരണം ഒന്നും ചെയ്യാനില്ല, അവിടെ വേറെ കാണാനോ കേൾക്കാനോ ഒന്നുമില്ല. പിന്നെ 5:30 മണിയൊക്കെ ആയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ വന്നു തുടങ്ങി. ലൈക്ക് ആ കാണുന്ന 2-3 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരിതിനിടയ്ക്ക് എപ്പോഴും വന്നതാണ് ഇതുപോലെ സൺറൈസ് കാണാനായിട്ട്. ഞങ്ങൾക്ക് നല്ല ഉറക്കക്ഷീണമാണ്. ഞങ്ങളെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ വരുന്നത്. ആ സൺറൈസ്, സൂര്യൻ ഉദിച്ച് വരുന്നതും പിന്നെ ആ ഒരു ഇളം കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. പിന്നെ ഇവിടെ പോലെ എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫോട്ടോയും വീഡിയോ ആണല്ലോ. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ ചിലതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എല്ലാവരും പോയി ചെക്ക് ചെയ്യണം. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. സൺറൈസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. പിന്നെ സൺറൈസ് ആവാതെ ഞാൻ ടൈം ലാപ്സ് എടുത്ത് പിടിച്ചായിരുന്നു. ആ വ്യൂ സെറ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാക്കയെ കാണണം. അങ്ങനെ കാക്കയെ ഞാൻ വെറുതെ വീട്ടിലെ കാക്കയുടെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു. ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ 2-3 വണ്ടികൾ വീണ്ടും വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 6-7 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ടയേർഡായിരുന്നു. അടുത്ത എയിമെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. എവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് നല്ലൊരു ലൊക്കേഷൻ നോക്കണം. ഈ കാർ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ കാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയ കാരണം രാവിലെ തന്നെ ഫുൾ റോഡും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ രാത്രി വന്നപ്പോൾ പക്ഷേ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഗന്തൂത്ത് റോയൽ റെസ്റ്റോറൻറ്റിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.